കടം വാങ്ങുമ്പോൾ കാണിക്കുന്ന ആ ഒരു വിനയവും തിരിച്ചു ചോദിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു മറവിയുമുണ്ടല്ലോ, അതിപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണം കടം കൊടുത്ത് സർവ്വതും നഷ്ടപ്പെട്ട ഒരു രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വിയർത്തപ്പോൾ അവരെ സഹായിച്ചത് കേരളവർമ്മ പഴശ്ശിരാജാവായിരുന്നു. തന്റെ സൈന്യത്തെയും അളവറ്റ പണവും യുദ്ധസാമഗ്രികളും പഴശ്ശി അവർക്ക് വിശ്വസിച്ചു കൊടുത്തു. ജയിച്ചു കഴിഞ്ഞാൽ പണവും അവകാശങ്ങളും തിരികെ നൽകാമെന്നായിരുന്നു ബ്രിട്ടീഷ് ഉറപ്പ്. പക്ഷേ ജയിച്ച ഉടനെ കമ്പനി കളം മാറ്റി. തങ്ങൾ വാങ്ങിയ പണമോ വിഭവങ്ങളോ തിരിച്ചു നൽകാൻ അവർ തയ്യാറായില്ല. പോരാത്തതിന് പഴശ്ശിയുടെ സ്വന്തം വല്യച്ഛനെ കൂട്ടുപിടിച്ച് അവർ അദ്ദേഹത്തിന്റെ നാട് തന്നെ തട്ടിയെടുത്തു. പണം ചോദിച്ച പഴശ്ശിയെ അവർ കുറ്റവാളിയാക്കി. അവസാനം കൊടുത്ത പണവും രാജ്യവും കിട്ടാതെ വയനാടൻ കാടുകളിൽ വെച്ച് ആ സിംഹം വീരമൃത്യു വരിച്ചു. അന്ന് വാക്ക് തെറ്റിച്ച ബ്രിട്ടീഷുകാരുടെ ചരിത്രം ഈ മ്യൂസിയത്തിലുണ്ട്. അപ്പോ കടം വാങ്ങി മറന്നുപോയ ആ കൂട്ടുകാർ